ഫൈനൽ എക്സാം +1 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായിട്ടും അക്കൗണ്ടൻസിൽ നിന്നും റെക്ടിഫിക്കേഷൻ്റെ ഒരു ചോദ്യം ചോദിച്ചിരിക്കും. 3 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് വരെ റെക്ടിഫിക്കേഷൻ ചോദിക്കാം. ചിലപ്പോൾ 6 മാർക്സിൻ്റെ എസ്എ ക്വസ്റ്റ്യൻ്റെ പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താ, സിമ്പിളാണ്. നോക്ക്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വേജസ് പെയ്ഡ് 3000 ഫോർ ദ ഇറക്ഷൻ ഓഫ് മെഷീനറി ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. ഒരു മെഷീനറിയുടെ ഇറക്ഷൻ അഥവാ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് 3000 റുപ്പീസ് ചിലവായി. അങ്ങനെ ഒരു മെഷീനറിയുടെ ഇൻസ്റ്റാളേഷൻ ചാർജും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും എല്ലാം എന്താ, മെഷീനറി അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ പകരം എന്ത് ചെയ്തു, വേജസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു. മെഷീനറി അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെഷീനറി അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ എൻട്രി, മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ്, കാരണം മെഷീനറിയെ ഡെബിറ്റ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത എന്താ, മെഷീനറിയുടെ പകരം വേജസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. വേജസ് അക്കൗണ്ടിനെ മിസ്റ്റേക്കൺലി ഡെബിറ്റ് ചെയ്തു. ആ ഡെബിറ്റ് നമ്മൾ ഒഴിവാക്കണം. അത് റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഈ വേജസ് അക്കൗണ്ടിനെ ഓപ്പോസിറ്റ് ആയിട്ട് ഡെബിറ്റിൻ്റെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ചെയ്യണം. സോ ടു വേജസ് അക്കൗണ്ട്, 3000 അല്ലേ, 3000 ടു വേജസ് അക്കൗണ്ട്. നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ഡെബിറ്റ് കൂടിപ്പോയാൽ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് കൂടിപ്പോയാൽ ഡെബിറ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഗോൾഡൻ റൂൾ. നെക്സ്റ്റ് എന്താ, റെൻറ്റ് പെയ്ഡ്, അത് ഒമിറ്റ് ചെയ്തു, അഥവാ റെക്കോർഡേ ചെയ്തിട്ടില്ല. സിമ്പിളാണ്. റെൻറ്റ് പേ ചെയ്തില്ലെങ്കിൽ റെക്കോർഡ് ചെയ്തെങ്കിൽ അത് ഒന്നും കൂടി റെക്കോർഡ് ചെയ്താൽ മതി. എന്താണ്, റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എത്രയാ മക്കളെ, 2000 അല്ലേ, യെസ് 2000. അപ്പം ഒരു വസ്തു നമ്മൾ റെക്കോർഡ് ചെയ്തെങ്കിൽ അതേപോലെ രണ്ടാമത് റെക്കോർഡ് ചെയ്താൽ മതി. നെക്സ്റ്റ്, സാലറി പെയ്ഡ് രാജു ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. രാജു സാലറി കൊടുക്കുമ്പോൾ എന്താ, സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷാണ്. പക്ഷേ ടു ക്യാഷിന് പകരം നമ്മൾ എന്ത് ചെയ്തു, സോറി, സാലറി എന്നതിന് പകരം രാജുവിൻ്റെ പേര് റെക്കോർഡ് ചെയ്തു. സാലറി പെയ്ഡ് ടു രാജു വാസ് ഡെബിറ്റഡ് ടു, സാലറി ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു, രാജുവിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ രാജുവിനെ ഡെബിറ്റ് ചെയ്താൽ അത് ഒഴിവാക്കണം, മിസ്റ്റേക്ക് അല്ലേ. അപ്പോൾ ആ മിസ്റ്റേക്ക് ഒഴിവാക്കാൻ ഡെബിറ്റിന് ഓപ്പോസിറ്റ് എന്താ, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു രാജു, രാജു നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ടു രാജു അക്കൗണ്ട് 4000. അപ്പോൾ സാർ എന്തിനെ ഡെബിറ്റ് ചെയ്യും, ശരിക്കും സാലറിൻ്റെ പകരമല്ലേ രാജുവിനെ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ സാലറി അവിടെ മിസ്റ്റേക്ക് വിട്ടുപോയില്ലേ, സാലറിനെ ഡെബിറ്റ് ചെയ്യണമായിരുന്നു. ആ ഡെബിറ്റ് ഒഴിവായി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സാലറി ഇവിടെ കൊടുക്കും. എന്താ, സാലറി അക്കൗണ്ട് ഡെബിറ്റ് 4000 ടു രാജു അക്കൗണ്ട്. ക്ലിയർ അല്ലേ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, മോഹന് 1000 റുപ്പീസ് എന്ത് ചെയ്തു, തന്നു. ആര്, 1000 റുപ്പീസ് മോഹൻ എന്ന് പറഞ്ഞ ആൾ തന്നു. പക്ഷെ അതെന്ത് ചെയ്തു, നമ്മൾ സോഹൻ എന്ന പേരിലാണ് കാണിച്ചത്. മോഹൻ ക്യാഷ് തരുമ്പോൾ മോഹനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എന്തിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിന്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മോഹൻ എന്നാണ്. പക്ഷെ ഇവിടെ മോഹന് പകരം ആരെ പേര് ചെയ്തു, സോഹൻ്റെ പേരായി ചെയ്ത്. അപ്പം മിസ്റ്റേക്ക് വന്നാൽ എന്ത് ചെയ്യണം, നമ്മൾ സോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മോഹൻ. ഇപ്പോൾ 1000 ആണെന്ന് വിചാരിക്കാം, എക്സാമ്പിൾ 1000 എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ. ഇനി ഇവിടുത്തെ ഒരു കൺഫ്യൂഷൻ എന്താ അറിയോ, ചില കേസിൽ ഇത് റെസിപ്റ്റാണ്. അപ്പോൾ പേയ്മെൻറ്റ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. മോഹൻ നമ്മൾ ക്യാഷ് പെയ്ഡ് ടു മോഹൻ വാസ് റെക്കോർഡ് ടു സോഹൻസ് അക്കൗണ്ട്. മോഹന് പകരം സോഹൻ്റെ കാണിച്ചു. അപ്പോൾ നേരെ തിരിച്ചാണ്, എന്താണ്, മോഹൻ ടു സോഹൻ. അപ്പോൾ പേയ്മെൻറ്റ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ആണ്, റെസിപ്റ്റ് ആകുമ്പോൾ ഇതാണ് സോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മോഹൻ അക്കൗണ്ടാണ്. ക്ലിയർ അല്ലേ. റെക്ടിഫിക്കേഷന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ജേണലുണ്ട് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലത്തെ ഇനിയും വീഡിയോസിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈവുകളിൽ മറക്കാതെ കാണുക മക്കളെ. ഓൾ ദ ബെസ്റ്റ്.